നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. രാഷ്ട്രീയ കേരളത്തിലെ മാതൃസാന്നിധ്യമായ അഹല്യ ശങ്കറിന് യാത്രാമൊഴി. BJP RSS പ്രവർത്തകരുടെയും നേതാക്കളുടെയും നൂറുകണക്കിന് ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങ്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇളയ മകൻ രത്ന സിംഗ് ചിതയ്ക്ക് തീകൊളുത്തി. രാവിലെ മുതൽ വെള്ളയിലെ വീട്ടിലേക്ക് അഹല്യയുടെ ഭൗതികദേഹം അവസാനമായി കാണാൻ വലിയ ജനാവലി എത്തിയിരുന്നു. CPM നേതാവായിരുന്ന K. അനിരുദ്ധന്റെ മകനും മുൻ MP A. സമ്പത്തിന്റെ സഹോദരനുമായ A. കസ്തൂരിയെ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഞായറാഴ്ച നടന്ന ജില്ലാ പ്രതിനിധി സമ്മേളനത്തിലാണ് കസ്തൂരിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. നേമം സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാങ്ക് മുൻ പ്രസിഡന്റും CPM മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന R. പ്രദീപ് കുമാറിനെ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രദീപ് കുമാറിനെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ മുഴപ്പിലങ്ങാട്ട് BJP പ്രവർത്തകൻ സൂരജിനെ വെട്ടിക്കൊന്ന കേസിൽ തലശ്ശേരി കോടതി ഇന്ന് വിധി പറയും. CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 9 പ്രതികൾക്കാണ് ശിക്ഷ വിധിക്കുന്നത്. 2005 നടന്ന സംഭവത്തിൽ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കർണാടകയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു. ചിത്രദുർഗയിൽ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. കൊല്ലം അഞ്ചൽ സ്വദേശികളായ യാസീൻ, അൽഫത്ത് എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം. RSS ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് വിജയദശമിയോടെ തുടക്കമാകുമെന്ന് RSS സർക്കാര്യവാഹ് ദാത്രേയ സഹസ്ബാളെ. വാർഷികങ്ങൾ ആഘോഷിക്കുന്നത് സംഘത്തിന്റെ രീതിയല്ല. ഇത് ആത്മപരിശോധനയ്ക്കും സമാജത്തെ ഒപ്പം ചേർത്ത് സംഘപ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നതിനും രാഷ്ട്രകാര്യത്തിനായി സ്വയം സമർപ്പിക്കുന്നതിനുമുള്ള അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ ലംഘനമാണെന്നും ചെന്നഹള്ളി ജനസേവാ വിദ്യാ കേന്ദ്രത്തിൽ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ സമാപന ദിവസം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്ന അദ്ദേഹം വ്യക്തമാക്കി. തേജസ് ലൈറ്റ് യുദ്ധവിമാനത്തിന്റെ പുതിയ മോഡലായ LCA തേജസ് MK-1 നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഇതിനാവശ്യമായ പ്രധാന എഞ്ചിനായ GE-404 അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് ഉടനെ വിതരണം ചെയ്യാമെന്ന് സമ്മതിച്ചതായി തേജസ് യുദ്ധവിമാനം നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. 2031 180 തേജസ് വിമാനങ്ങൾ ഇന്ത്യ നിർമ്മിക്കും. മുംബൈയിലെ കൊമേഡിയൻ കുനാൽ കമ്ര ഏകനാഥ് ഷിൻഡെ ഗദ്ദർ, രാജ്യദ്രോഹി എന്ന് വിളിച്ചു. കൂടാതെ പ്രധാനമന്ത്രി മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും അനുചിതമായി ലക്ഷ്യം വെച്ചിരുന്നു. തുടർന്ന് കുനാൽ കമ്രയുടെ സ്റ്റുഡിയോ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നശിപ്പിച്ചു. തമിഴ്നാട്ടിൽ DMK സർക്കാർ നേരിടുന്ന മദ്യ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അതിർത്തി നിർണയത്തിന്റെയും ഹിന്ദിയുടെയും പേരിൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി G. കിഷൻ റെഡ്ഡി. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് മുൻപായി സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണിതെന്നും തെലങ്കാന BJP അധ്യക്ഷൻ കൂടിയായ അദ്ദേഹം ആരോപിച്ചു. ജമ്മു കാശ്മീരിലെ കത്വയിൽ കഴിഞ്ഞ ദിവസം തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ രൂക്ഷമായ വെടിവെപ്പിൽ 7 വയസ്സുള്ള പെൺകുട്ടിക്ക് പരിക്ക്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നില തൃപ്തികരമെന്ന് റിപ്പോർട്ട്. വെടിവെപ്പിനിടെ ഭീകരർ ഒളിസ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതായാണ് സൂചന. രാത്രിയിൽ നിർത്തിവെച്ചിരുന്ന തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഗസയിൽ സൈനിക ഭരണം ഏർപ്പെടുത്താൻ സഹായ വിതരണം ഉൾപ്പെടെ ഏറ്റെടുത്ത് നിയന്ത്രണം സൈന്യം നേരിട്ട് നടത്തുന്ന പദ്ധതി US ഉന്നത നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.